we have module 2, applications of the derivatives. First we consider the term extreme values. Extreme values means maximum and minimum. അതിനെ രണ്ടിനും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് എക്സ്ട്രീം വാല്യൂസ്, അതായത് മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ. ഇനി അത് രണ്ട് ഡിവിഷനാണ് അതിനുള്ളത് എക്സ്ട്രീം വാല്യൂസിന്. അബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂസും അല്ലെങ്കിൽ ഗ്ലോബൽ എക്സ്ട്രീം വാല്യൂസ്, ആൻഡ് അനദർ വൺ ഈസ് റിലേറ്റീവ് extreme values or local extreme values, that is absolute maximum, absolute minimum, അതുപോലെ റിലേറ്റീവ് മാക്സിമം, റിലേറ്റീവ് മിനിമം, അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് മീൻസ് ഇറ്റ് ഈസ് മാക്സിമം ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വി ഹാവ് ദി ഡെഫിനിഷൻ ഓഫ് എക്സ്ട്രീമ ഓഫ് എ ഫംഗ്ഷൻ സ്മോൾ എഫ്. എ ഫംഗ്ഷൻ എഫ് ഹാസ് ആൻ ആബ്സല്യൂട്ട് മാക്സിമം അറ്റ് സി. സി എന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സിന് മാക്സിമം ഉണ്ടാണെങ്കിൽ എഫ് ഓഫ് സി ആയിരിക്കണം ഏറ്റവും വലിയ വാല്യൂ. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ഇൻ ദി ഡൊമൈൻ ഡി ഓഫ് എഫ്. എഫ് എവിടെയാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഏരിയയിലെ എഫിൻ്റെ മാക്സിമം വാല്യൂ സിയിലായിരിക്കണം, സി എന്നുള്ള പോയിന്റിലായിരിക്കും. അപ്പോൾ എഫ് ഓഫ് സി എന്നുള്ള വാല്യൂ ആയിരിക്കും മാക്സിമം വാല്യൂ. ആ പോയിന്റ് മാക്സിമം വാല്യൂ കിട്ടുന്ന പോയിന്റ് സി ആയിരിക്കും. അതുപോലെ തന്നെ മിനിമം, അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് എ ഫംഗ്ഷൻ എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് മിനിമം അറ്റ് സി. അപ്പോൾ സി എന്തായിരിക്കും? ഏറ്റവും മിനിമം വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ഇൻ ദി ഡൊമൈൻ. ആൻഡ് ദ നമ്പർ എഫ് ഓഫ് സി ഈസ് കാൾഡ് ദ മിനിമം വാല്യൂ ഓഫ് എഫ് ആൻഡ് ദാറ്റ് പോയിന്റ് സി ഈസ് ദി മിനിമം പോയിന്റ്. The absolute maximum and absolute minimum values of a function f on D are called extreme values or extrema of f on D. That is, ആ രണ്ട് വാല്യൂസിനെ ഒരുമിച്ച് അബ്സല്യൂട്ട് മാക്സിമത്തിനെയും അബ്സല്യൂട്ട് മിനിമത്തിനെയും ഒരുമിച്ച് നമ്മൾ എക്സ്ട്രീമ അല്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദി ഫങ്ഷൻ എന്ന് പറയുന്നു. ദ നെക്സ്റ്റ് വി ഹാവ് റിലേറ്റീവ് എക്സ്ട്രീമം. എന്താണ്? ഈ അബ്സല്യൂട്ട് എക്സ്ട്രീമത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഗ്ലോബൽ എക്സ്ട്രീം. ഇനി റിലേറ്റീവ് എക്സ്ട്രീമ അല്ലെങ്കിൽ ലോക്കൽ എക്സ്ട്രീമ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ എഫ് ഹാസ് എ റിലേറ്റീവ് ഓർ ലോക്കൽ മാക്സിമം അറ്റ് സി ഇഫ്, ഡെഫിനിഷൻ സെയിം തന്നെ, എഫ് ഓഫ് സി ആയിരിക്കണം ഏറ്റവും വലിയ വാല്യൂ. ഏത്? എഫ് ഓഫ് എക്സ്. ഇനി ആ എക്സ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നതാണ് റിലേറ്റീവും അബ്സല്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇഫ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഇൻ സം ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് സി. നേരത്തെ നമ്മൾ പറയുന്നത് ആ ഡൊമൈനിലുള്ള എല്ലാ എക്സ് എടുത്താലും എഫ് ഓഫ് സി ആയിരിക്കണം ഏറ്റവും വലുത് എന്നാണ്. ഇവിടെ പറയുന്നത് സം ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് സി. അതായത് എഫ് ഓഫ് സി ഒരു ലോക്കൽ മാക്സിമം ആണെങ്കിൽ നമ്മൾ എഫിന് ഒരു ഡൊമൈൻ എടുത്തിട്ടുണ്ടാവും, ഒരു ഇൻ്റർവെൽ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ആ ഇൻ്റർവെല്ലിൽ ഉള്ള ഏറ്റവും വലിയ മാക്സിമത്തിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. ഇനി ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതിൽ മൊത്തത്തിൽ മാക്സിമം ആവണം എന്നില്ല, അങ്ങനെ നിർബന്ധമില്ല. മറിച്ച് സിയിൽ മാക്സിമം, ലോക്കൽ മാക്സിമം ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ സി ഈ ഇൻ്റർവെല്ലിലെ ഒരു പോയിന്റ് ആണെങ്കിൽ ആ സി കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ഇൻ്റർവെൽ എടുക്കുക. സിയുടെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കുറച്ച് പോയിന്റ്സ് എടുത്താൽ അവിടെ അത് മാക്സിമം ആയിരിക്കണം. അതുപോലെ തന്നെയാണ് റിലേറ്റീവ്. അതുകൊണ്ടാണ് അതിന് റിലേറ്റീവ് എന്ന് പറയുന്നത്. ആ സിയുടെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ റിലേറ്റീവ് മിനിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഉണ്ട് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് സി ആയിരിക്കണം ഏറ്റവും ചെറിയ വാല്യൂ
പക്ഷേ ഡൊമൈനിൽ മൊത്തത്തിൽ ചെറുതാവണ്ട, ഒരു ചെറിയ ലോക്കൽ ഏരിയയിൽ, ഒരു ലോക്കൽ പ്ലേസിൽ f(c) ആയിരിക്കണം ഏറ്റവും ചെറുത്. അങ്ങനെയാണെങ്കിൽ ഇൻ സം ആ ലോക്കൽ ഏരിയ നമ്മൾ എടുക്കുന്നത് ഒരു ഓപ്പൺ ഇൻ്റർവൽ ആയിട്ടാണ്. ഇൻ സം ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് c. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗ്രാഫിക്കലി നമുക്ക് ഒരു ഫങ്ഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ എ മുതൽ ബി വരെ നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എടുത്തു. അപ്പോൾ എ മുതൽ ബി വരെ നമ്മളൊരു ഫങ്ഷൻ എടുത്തു. അപ്പോൾ ഫങ്ഷൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ ഇതാ ഈ പോയിന്റിലാണ് വരിക, ഈ പ്ലേസിലാണ് വരിക. അതായത് നമുക്ക് ഇവിടെ ഏതാണോ പോയിന്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു f(c) കിട്ടും. അതായിരിക്കും ഏറ്റവും മാക്സിമം എ ബിയിലുള്ള. ഇനി ഏറ്റവും മിനിമം വാല്യൂ വരിക ഇവിടെ ബിയിലായിരിക്കും. ഇതിപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഇതാണ് ആബ്സലൂട്ട് മാക്സിമം, ആബ്സലൂട്ട് മിനിമം. എ ബി ആണ് ഡൊമൈൻ എങ്കിൽ. ഇനി എ ബിയെ നമ്മളിങ്ങനെ ഓരോ ഇൻ്റർവൽസ് ആയിട്ട് ഓരോ ഏരിയകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു മാക്സിമം മിനിമം കണ്ടെത്താൻ പറ്റും. അതുപോലെ ഓരോ ഡിവിഷനിലും നമുക്ക് മാക്സിമം മിനിമം കാണാൻ പറ്റും. അപ്പോൾ ആ മിനിമത്തിനെയും മാക്സിമത്തിനെയാണ് നമ്മൾ ലോക്കൽ മിനിമം, ലോക്കൽ മാക്സിമം, ഈ ലോക്കൽ ഏരിയയിലുള്ള, അതായത് മൊത്തം ഡൊമൈന് നമ്മൾ എടുക്കുന്നില്ല, അതിൻ്റെ കുറച്ച് പോർഷൻസ് എടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള മാക്സിമം മിനിമം ആണ് റിലേറ്റീവ് അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം മിനിമം എന്ന് നമ്മൾ പറയുന്നത്. ഡെഫിനിഷൻ സെയിം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ആ ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഇനി ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം നമ്മൾ പറയുമ്പോൾ അത് എൻഡ് പോയിന്റിൽ പറയും. അതായത് ഒരു ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിക്ക് ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ, അതായത് എയും ബിയും അല്ലാത്ത എ ബിക്കുള്ളിലെ ഒരു പോയിന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയും. അപ്പോൾ സി ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ലോക്കൽ മാക്സിമം മിനിമം ഡെഫിനിഷൻ പറയുക. സി കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിലെ മാക്സിമം മിനിമം ആണെങ്കിൽ. ഇനി സി ഒരു എൻഡ് പോയിന്റ് ആണെങ്കിൽ, അതായത് നമുക്ക് എ എന്നുള്ള ലെഫ്റ്റ് എൻഡ് പോയിന്റിലാണ് മാക്സിമം ഉള്ളത് എന്ന് വിചാരിക്കുക. ഫങ്ഷൻ ഹാസ് എ ലോക്കൽ മാക്സിമം വാല്യൂ അറ്റ് എൻ എൻഡ് പോയിന്റ്. ദെൻ എൻഡ് പോയിന്റിൽ ഇപ്പോൾ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആണെങ്കിൽ നമ്മുടെ ഇൻ്റർവെല്ലുണ്ട് എ ബി, അതിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിന്റ് എ ആണ്, അവിടെയാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം ഏതെങ്കിലും ഒന്ന് എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ ഡൊമൈൻ ഇല്ല, ഇവിടെ ഫങ്ഷൻ ഇല്ല, റൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ഇത് തന്നെ. ഇപ്പോൾ ലോക്കൽ മാക്സിമം ആണെങ്കിൽ f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയിലാണ് f(a) ഫോർ ഓൾ എക്സ് ഇൻ സം ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് എ എന്നാണ് പറയേണ്ടത്. പക്ഷേ എ എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എയുടെ ലെഫ്റ്റിലേക്ക് നമ്മൾ പോയിന്റുകൾ എടുക്കേണ്ട ആവശ്യമില്ല, എയുടെ റൈറ്റിലേക്ക് മാത്രം എടുത്താൽ മതി. സോ ഫോർ ഓൾ എക്സ് ഇൻ സം ഓപ്പൺ ഇൻ്റർവൽ വേണ്ട, ഹാഫ് ഓപ്പൺ ഇൻ്റർവൽ മതി. ഹാഫ് ഓപ്പൺ ഇൻ്റർവൽ ദാറ്റ് ഈസ് കണ്ടെയ്നിങ് എ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഹാഫ് ഓപ്പൺ ഇൻ്റർവെല്ലിലെ മാക്സിമം ആയാൽ മതി. ദാറ്റ് ഈസ് എങ്ങനെ വരും, എ ഉണ്ടാവും അല്ലേ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു എക്സ് ഇവിടെ ഓപ്പൺ ആയിരിക്കും, ദാറ്റ് ഈസ് ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ. ഇനി റൈറ്റ് എൻഡ് പോയിന്റ് ബിയിലാണെങ്കിൽ ഇതുപോലെ തന്നെ മിനിമം ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും, സെയിം ഡെഫിനിഷൻ. ഇനി റൈറ്റിലാണെങ്കിൽ ബിയിലാണെങ്കിൽ ബി റൈറ്റ് എൻഡ് പോയിന്റ് ആണ്, അപ്പോൾ അതിൻ്റെ റൈറ്റിലേക്ക് നമ്മൾ വീണ്ടും പോകേണ്ട ആവശ്യമില്ല. കാരണം ബിയുടെ റൈറ്റിലേക്ക് ഉള്ള പോയിൻറ്റ്സിൽ നമ്മുടെ ഫങ്ഷൻ ഡിഫൈൻഡ് അല്ല, എ ബി അവിടെയാണ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തുള്ളത്. അപ്പോൾ റൈറ്റ് എൻഡ് പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ പിന്നെ ലെഫ്റ്റിലേക്കാണ്, അവിടെയാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. അപ്പോൾ ബിയിലാണ് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം വരുന്നത് എങ്കിൽ f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f(b) അല്ലെങ്കിൽ f(x) ഒന്നുകിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f(b) മാക്സിമം മിനിമം അനുസരിച്ച് ഫോർ എവറി എക്സ് ഇൻ സം ഹാഫ് ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് ബി.
ഹാഫ് ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് ബി. അതായത് ബി ഉണ്ടാവും, ബിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോയിന്റ് ഇവിടെ ഓപ്പൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി definition of relative and global extreme values. സോ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ആ വേർഡ് മീനിങ് പോലെ തന്നെ ആ ഡൊമൈൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കും, അവിടെയുള്ള മാക്സിമം മിനിമം കൺസിഡർ ചെയ്യും. ഇനി ലോക്കൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോക്കൽ ഏരിയയിൽ ആ ഡൊമൈനിനെ ഡിവൈഡ് ചെയ്യുന്ന കുറച്ച് ഏരിയകളായി ഡിവൈഡ് ചെയ്താൽ ഓരോ ഏരിയയിലുള്ള മാക്സിമം മിനിമം ആണ് നമ്മൾ എടുക്കുന്നത്. Now we have a theorem, the extreme value theorem. If f is continuous on a closed interval ab, then f attains an absolute maximum value f of c for some number c in closed interval ab and an absolute minimum value f of d for some number d in closed interval ab. അതായത് എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത് ഒരു ഫങ്ഷൻ എഫ് കണ്ടിന്യൂസ് ആണ്, ഒരു ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് കണ്ടിന്യൂസ് ആണ്, അതുപോലെ എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്, ക്ലോസ്ഡ് ആവണം ഇൻ്റർവൽ. ദെൻ എഫിന് ഈ ഇൻ്റർവെല്ലിൽ എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഒരു ആബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാവും, ഒരു ആബ്സല്യൂട്ട് മിനിമം ഉണ്ടാവും. നമ്മൾ മാക്സിമം ക്യാപിറ്റൽ എം എന്നെടുത്തു, മിനിമം സ്മോൾ എം എന്നെടുത്തു. അപ്പോൾ എഫിൻ്റെ മാക്സിമം വാല്യൂ ക്യാപിറ്റൽ എം ആണ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. മിനിമം വാല്യൂ അതായത് സ്മോൾ എം ആണ്. എഫിൻ്റെ എല്ലാ വാല്യൂവും സ്മോൾ എമ്മിനേക്കാൾ വലുതും ക്യാപിറ്റൽ എമ്മിനേക്കാൾ ചെറുതുമാണ്. അതാണ് മാക്സിമം മിനിമം എന്ന് പറഞ്ഞാൽ മീനിങ്. ദാറ്റ് ഈസ് ഇങ്ങനെ എഴുതാം, സ്മോൾ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫങ്ഷന് മാക്സിമം ഉണ്ടാവും, മിനിമം ഉണ്ടാവും അതേ ഇൻ്റർവെല്ലിൽ തന്നെ. അതായത് ദർ എക്സിസ്റ്റ് എ പോയിൻ്റ് x1 എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ടാവും, അതുപോലെ x2 എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ടാവും ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, സച്ച് ദാറ്റ് ഈ എഫ് ഓഫ് x1 എം കിട്ടുന്ന സ്മാൾ എം കിട്ടുന്ന ഒരു എഫ് ഓഫ് x1 ഉണ്ടാവും, അതുപോലെ x2 കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എമ്മും കിട്ടും. അങ്ങനെ രണ്ട് പോയിൻ്റ് ഈ എ ബിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫങ്ഷന് അതേ ഇൻ്റർവെല്ലിൽ മാക്സിമവും മിനിമവും ഉണ്ടാവും. മാക്സിമം വാല്യൂ ഉണ്ടാവും, മിനിമം വാല്യൂ ഉണ്ടാവും. അങ്ങനെ മാക്സിമം മിനിമം കിട്ടുന്ന രണ്ട് പോയിൻ്റ് അതേ ഇൻ്റർവെല്ലിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നെക്സ്റ്റ് വി ഹാവ് another theorem, Fermat's theorem. Fermat's theorem states that if f has a relative extremum at c, അതായത് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഏതും ആവാം, മാക്സിമം ആവാം മിനിമം ആവാം, then either f dash of c equal to 0 or f dash of c does not exist. That is, ഒരു ഫങ്ഷൻ എഫിന് സി എന്നുള്ള ഒരു പോയിന്റിൽ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം. അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതേ പോയിന്റിലുള്ള ഡെറിവേറ്റീവ് ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യില്ല. ഇതാണ് നമുക്ക് കാണിക്കാൻ. ഫസ്റ്റ് വി ഹാവ് എ ഫങ്ഷൻ എഫ് എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഉണ്ട് ഇൻ എ ഡൊമൈൻ ഡി എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി സി എന്ന് പറയുന്നത് ഈ ഡിയിലുള്ള ഡി എന്ന് പറയുന്ന ആ ഡൊമൈനിലുള്ള ഒരു ഇൻറ്റീരിയർ പോയിൻ്റാണ്. ഡിയുടെ ഉള്ളിലുള്ള പോയിൻ്റാണ്, എൻ പോയിൻ്റ് അല്ല, ഇൻറ്റീരിയർ പോയിൻ്റാണ്. ദെൻ സച്ച് ദാറ്റ് നമ്മൾ അസ്യൂം ചെയ്തു തിയറത്തിൽ പറയുന്ന പോലെ അതിലൊരു റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉണ്ട്. ഫസ്റ്റ് നമ്മൾ
സി എന്നുള്ള പോയിന്റിൽ മാക്സിമം ആണുള്ളത് എന്നെടുത്ത്. സി എന്ന് പറയുന്നത് ഒരു ലോക്കൽ മാക്സിമം പോയിൻ്റാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഐദർ എഫ് ഡാഷ് ഓഫ് സി നോട്ട് എക്സിസ്റ്റ് എന്ന് പ്രൂവ് ചെയ്യണം, ഓർ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. അപ്പോൾ സപ്പോസ് ദാറ്റ് ഇനിയിപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് കാണാൻ എഫിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് സി, എഫ് ഡാഷ് ഓഫ് സി നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ പ്രൂഫ് അവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യാം? സപ്പോസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ്, അതായത് എഫ് സി എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ, അതായത് ഡെറിവേറ്റീവ് ഇല്ലെങ്കിൽ പിന്നെ പ്രൂവ് ചെയ്യാനില്ല. അത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്, അത് കഴിഞ്ഞു. ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ, ഐദർ ഓർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സപ്പോസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? അതിൻ്റെ വാല്യൂ, ആ എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂ 0 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്തു. ദെൻ നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ അറിയാം ലിമിറ്റ് ഉപയോഗിച്ചിട്ട്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പോയിന്റിൽ സി എന്നുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യണം. എന്നാൽ രണ്ടും ഈക്വൽ ആവും വേണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. സോ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് റൈറ്റ് ഡെറിവേറ്റീവ് ആണ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എക്സ് മൈനസ് സി. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലിമിറ്റ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കുക എഫ് ഡാഷ് ഓഫ് സി. അതുപോലെ തന്നെ റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും, സി മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എക്സ് മൈനസ് സി. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ എഫിന് സിയിൽ ഡെറിവേറ്റീവ് ഉണ്ട്, അതിനെ നമ്മൾ എഫ് ഡാഷ് ഓഫ് സി എന്ന് വിളിക്കുന്നത്. ഇനി ലോക്കൽ മാക്സിമം ഉണ്ട് എന്നാണ് നമ്മൾ എടുത്തത്. മാക്സിമം ഉണ്ട് സിയിൽ അറ്റ് എക്സ് ഈക്വൽ ടു സിയിൽ മാക്സിമം ഉണ്ട് എന്നെടുത്തു. ഇനി മാക്സിമം ഉണ്ടെങ്കിൽ, എഫ് ഓഫ് സി മാക്സിമം ഉണ്ടെങ്കിൽ, മാക്സിമം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ എവരി എക്സ് ഇൻ സം ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് സി കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഇങ്ങനെയുള്ള ഒരു റിലേഷൻ എഫ് ഓഫ് സി ആയിരിക്കും ഏറ്റവും വലുത്. ബൈ ഡെഫിനിഷൻ ഓഫ് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഉപയോഗിച്ച് അങ്ങനെ എഴുതും. ദാറ്റ് ഈസ് സി കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താ? സി ഇവിടെ ഉണ്ടെങ്കിൽ സിയുടെ ലെഫ്റ്റിലേക്ക് കുറച്ചും അതേ ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് എടുക്കും. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ എൻ പോയിൻ്റ് എന്തായിരിക്കും? സി മൈനസ് ഡെൽറ്റ ആയിരിക്കും. ഇതെന്തായിരിക്കും? സി പ്ലസ് ഡെൽറ്റ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു 2 എന്ന് പറയുന്ന പോയിന്റ്, 2 കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 2ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡിസ്റ്റൻസ് എടുക്കും, കുറച്ച് പോയിൻറ്റ്സ്, റൈറ്റ് സൈഡിലേക്കും അതേ ഡിസ്റ്റൻസ് എടുക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് 1 ആണ് നമ്മുടെ ഡിസ്റ്റൻസ് എങ്കിൽ ഇതാണ് 2 കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓപ്പൺ ഇൻ്റർവെൽ എന്ന് വിചാരിക്കും. അപ്പോൾ 2ൻ്റെ ലെഫ്റ്റിലേക്ക് 1 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 വരും, റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ 3 വരും. അപ്പോൾ അതിന് പകരം ജനറലായിട്ട് ഇവിടെ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തു. അപ്പോൾ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് സി മൈനസ് ഡെൽറ്റി, റൈറ്റ് എൻഡ് പോയിൻ്റ് സി പ്ലസ് ഡെൽറ്റി ആയിരിക്കും. സോ ഒന്നും കൂടെ എഴുതിയാൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ എവരി എക്സ്, ഓപ്പൺ ഇൻ്റർവെൽ നമ്മൾ ജനറലായിട്ട് സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ എന്നെടുക്കുന്നു. സി കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓപ്പൺ ഇൻ്റർവെൽ വേർ ഡെൽറ്റ ഈസ് എ പോസിറ്റീവ് നമ്പർ, ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് സി ഉണ്ടാവും, ഇങ്ങനെ വരും. സി ഇവിടെ ഉണ്ട്, സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ. ഇനി നമ്മൾ ഈ പോർഷൻ എടുക്കും, സി മുതൽ സി പ്ലസ് ഡെൽറ്റ വരെയുള്ള പോർഷൻ, ദാറ്റ് ഈസ് അതുവരെയുള്ള പോയിൻറ്റ്സ്. ദാറ്റ് ഈസ് ഫോർ സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് ഡെൽറ്റ. സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കുള്ള ഒരു എക്സ് എടുത്തു.
അവിടെ എക്സ് എടുത്താൽ നമുക്കറിയാം ഇതിൽ നിന്ന് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ചെറുതാണ്, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ആണ് വലുത്. അപ്പോൾ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കൊടുക്കുമ്പോൾ അത് നെഗറ്റീവ് നമ്പറാണ് കിട്ടുക, ലെസ് ദാൻ 0. ഇവിടെ ഈക്വൽ ടു കൂടെ ഉള്ളത് കൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇൻ ദിസ് ഫ്രം ദിസ് ഡെഫിനിഷൻ ഓഫ് ലോക്കൽ മാക്സിമം f of x less than or equal to f of c, we get f of x minus f of c less than or equal to 0 and x minus c എന്തായിരിക്കും? അതായത് ഇതിൽ ഓരോ ഈ ഡെഫിനിഷനിൽ ഓരോ ടേമുകളാണ് നമ്മൾ കാണുന്നത്. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സിയും എക്സ് മൈനസ് സി ആണുള്ളത്. എക്സ് മൈനസ് സി പറഞ്ഞാൽ ഇവിടുന്ന് എന്ത് കിട്ടും? ഇവിടെ സി ആണ് ചെറുത്, എക്സ് വലുതുമാണ്. അപ്പോൾ എക്സ് മൈനസ് സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. So we get the ratio f of x minus f of c divided by x minus c. ഇത് ലെസ് ദാൻ 0യും മറ്റേത് ന്യൂമറേറ്റർ ലെസ് ദാൻ 0യും ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവാണ്. നെഗറ്റീവ് ഡിവൈഡ് ബൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ലെസ് ദാൻ 0 ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ ഈക്വൽ ടു വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ഇൻ ദി ഇൻ്റർവൽ എവിടെയാണ് നമ്മൾ എടുത്തത്? സി മുതൽ സി പ്ലസ് ഡെൽറ്റ വരെ, സി ടു സി പ്ലസ് ഡെൽറ്റ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഇതിന് ലിമിറ്റ് കൊടുത്താണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ്, സിയുടെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത് അല്ലേ? സിയുടെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഇൻ്റർവൽ, സി ടു സി പ്ലസ് ഡെൽറ്റയാണ്. അപ്പോൾ എക്സ് ടെൻസ് ടു സി പ്ലസ് എന്നുള്ള ഡെഫിനിഷൻ എടുക്കുക. ഏത് ഡെഫിനിഷനും എടുക്കാം, കാരണം എന്താണ്? എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എടുത്ത ഇൻ്റർവെല്ലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് സിയിൽ നിന്നും റൈറ്റിലേക്കാണ് നമ്മുടെ എക്സ് ഉള്ളത്, സിയുടെ റൈറ്റിലേക്കാണ്, അതുകൊണ്ട് നമ്മൾ സി പ്ലസ് എന്നെടുത്തു. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എ നെഗറ്റീവ് നമ്പർ, അത് അഗെയിൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇതുപോലെ നമ്മൾ ഇത് കാണാം, അടുത്ത ഇൻ്റർവൽ അതായത് അടുത്ത പോർഷൻ സിയുടെ റൈറ്റ് സൈഡ് എടുത്തു, ഇനി സിയുടെ ലെഫ്റ്റ് സൈഡ് എടുക്കുക. അതായത് സി മൈനസ് ഡെൽറ്റ മുതൽ സി വരെയുള്ള പോയിന്റുകൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി. സി മൈനസ് ഡെൽറ്റയ്ക്കും അതുപോലെ സിക്കും ഇടയ്ക്കുള്ള എക്സുകൾ, ഇത്രയും പോർഷൻസിൽ പോയിൻറ്റ്സുകൾ എടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി അതെന്താണ്? എഫ് ഓഫ് സി മാക്സിമമാണ്. എഫ് ഓഫ് സി മാക്സിമം ആണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി നേരത്തെ പോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. പക്ഷേ ഇവിടെ എക്സ് മൈനസ് സി എന്ന് പറയുന്നത് എക്സ് ആണ് ചെറുത്, സി വലുതാണ്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് കൊടുക്കുമ്പോൾ അത് നെഗറ്റീവ് കിട്ടും, ലെസ് ദാൻ 0. സോ ഇനി നമ്മൾ റേഷ്യോ കാണാം. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എക്സ് മൈനസ് സി. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഇത് ലെസ് ദാൻ 0യും. അതായത് ഇത് നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് കിട്ടും. ദാറ്റ് ഈസ് ദിസ് ഈസ് എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഈ റേഷ്യോ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എക്സ് മൈനസ് സി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇതിന് ലിമിറ്റ് കൊടുത്താലും നമ്മൾ സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻറ്റ്സ് എടുത്തത്, സോ എക്സ് ടെൻസ് ടു സി മൈനസ് എടുക്കുക. സി മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എക്സ് മൈനസ് സി. ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ ലിമിറ്റ് ഇസ് അഗെയിൻ പോസിറ്റീവ്. ദാറ്റ് ഈസ് ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് സി എന്ന് വിളിച്ചത്. എഫ് ഡാഷ് ഓഫ് സി എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു റിസൾട്ട് കിട്ടിയിരുന്നു, എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിന്ന് രണ്ടൊന്നും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നമ്മൾ അസ്യൂം ചെയ്തത് ഒന്നുകിൽ എഫ് ഡാഷ് ഓഫ് സി നോട്ട് എക്സിസ്റ്റ്, അല്ലെങ്കിൽ
സീറോ ആവും. അപ്പോൾ നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ പിന്നെ അത് പ്രൂവ് ചെയ്യേണ്ട, നത്തിങ് ടു പ്രൂവ്. സോ എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. സോ വി ഗെറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇത് ലോക്കൽ മാക്സിമം ആണ് നമ്മൾ എടുത്തത് അല്ലേ. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി. സിയിൽ ലോക്കൽ മാക്സിമം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തത്. ഇതേ പ്രൂഫ് ലോക്കൽ മിനിമം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്ത് നമുക്ക് എടുക്കാം. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി എന്നെടുക്കുക. ഇതേപോലെ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി, അവിടെ എന്താ വരിക, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരിക. കാരണം എഫ് ഓഫ് എക്സ് വലുതാണ് മിനിമം എടുക്കുമ്പോൾ. അപ്പോൾ ഇതേപോലെ തന്നെ ഇതേ സ്റ്റെപ്പുകൾ വരും. വി ഗെറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഒരു ഫങ്ഷന് ഒരു പോയിന്റിൽ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഉണ്ടെങ്കിൽ ആ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഐദർ 0 ഓർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി ഫെർമാസ് തിയറം. നൗ ഇനി ഈ പോയിന്റ്, ഈ 0 ആവുന്ന പോയിന്റ് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നല്ലോ, ആ പോയിന്റിനൊരു പേര് പറയും. അതായത് ഒരു ഫങ്ഷൻ ഉണ്ട്, നമുക്ക് എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ട്. അത് ഡി എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഡൊമൈനിൽ ഒരു ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ഡൊമൈനിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണ്. ബൗണ്ടറിയിലുള്ള പോയിന്റിനെ നമ്മൾ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയില്ല. അതായത് ഇപ്പോൾ ഒരു ഇൻ്റർവെല്ലാണെങ്കിൽ, ഇപ്പോൾ 3, 5 എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണെങ്കിൽ 1, 2, 3, 4, 5, 3, 5 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ നമ്മൾ എടുത്തു. അതിൽ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയുമ്പോൾ 3 അതിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് അല്ല. കാരണം 3 എന്ന് പറയുന്നത് ആ ഇൻ്റർവെല്ലിൻ്റെ ബൗണ്ടറിയിലുള്ള പോയിൻ്റാണ്. അതുപോലെ 5ഉം എൻഡ് പോയിന്റ്, അത് രണ്ടും എൻഡ് പോയിൻ്റാണ്, ഇൻറ്റീരിയർ പോയിൻ്റ് അല്ല. അതിനിടയ്ക്കുള്ള ഈ 3ക്കും 5നും ഇടയ്ക്കുള്ള പോയിൻറ്റ്സിനെയാണ് നമ്മൾ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയുക. അതായത് ഓപ്പൺ ഇൻ്റർവെൽ 3, 5ലെ പോയിൻ്റാണ് ക്ലോസ് ഇൻ്റർവെൽ 3, 5ൻ്റെ ഇൻറ്റീരിയർ പോയിന്റ്. സോ അത് 3.1, 3.2, 4 ആവാം, 4.5 ആവാം, അങ്ങനെയുള്ള ഏത് പോയിൻറ്റ്സും ആവാം. അതായത് 3യുടെ റൈറ്റ് സൈഡിലും 5ൻ്റെ ലെഫ്റ്റ് സൈഡിലും അങ്ങനെ വരുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ 3, 5ൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻറ്റീരിയർ പോയിന്റ്, ഒരു ഫങ്ഷൻ്റെ ഇൻറ്റീരിയർ പോയിന്റ്, ആ ഡൊമൈനിലുള്ള ഒരു ഇൻറ്റീരിയർ പോയിന്റ് വേർ ദി ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് either 0 or undefined അല്ലെങ്കിൽ does not exist. ഇങ്ങനെയുള്ള പോയിൻറ്റ്സിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നമ്പർ എന്ന് പറയും. ക്രിട്ടിക്കൽ പോയിന്റ് ഓർ ക്രിട്ടിക്കൽ നമ്പർ. ദാറ്റ് മീൻസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒരു പോയിന്റ് ക്രിട്ടിക്കൽ, ഒരു ഫങ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ ഇൻ എ ഡൊമൈൻ ഡി, ആ പോയിന്റ് സി ആണെങ്കിൽ ആദ്യം അത് സി എന്ന് പറയുന്ന പോയിന്റ് ഡൊമൈനിലെ ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കണം. അത് ഇൻറ്റീരിയർ പോയിന്റ് ആണെങ്കിൽ മാത്രമേ നമ്മളതിനെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ സി ഈസ് ദി ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ദി ഡൊമൈൻ. അതുപോലെ സെക്കൻഡ് വൺ, എഫ് ഡാഷ് ഓഫ് സി ഒന്നുകിൽ 0 ആയിരിക്കണം, എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കണം, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ രണ്ട് പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലും അതിനെ നമ്മൾ എന്ത് പറയും, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. സോ ഇൻറ്റീരിയർ പോയിന്റ് ആണ് എന്നുള്ളത് മസ്റ്റാണ്, ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കണം. ഇനി ഡെറിവേറ്റീവ് 0 ആകാം അല്ലെങ്കിൽ നോട്ട് എക്സിസ്റ്റ് ആവാം. സോ ദാറ്റ് ഈസ്, ഇപ്പോൾ നമ്മളൊരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ x² എടുത്തു എന്ന് വിചാരിക്കും. പിന്നെ ഡൊമൈൻ ഒരു 0, 3 അല്ലെങ്കിൽ ഒരു -1, 3 എന്നുള്ള ഡൊമൈനിലെടുത്തു. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, 2x എന്ന് വരും. അപ്പോൾ 2x നമ്മൾ ഡിഫൈൻ ആണ് നോക്കുക. 2x നമ്മുടെ ഡൊമൈനിൽ -1, 3 ഏത് പോയിന്റ് എടുത്താലും നമുക്ക് 2xന് വാല്യൂ കിട്ടും. ഡിഫൈൻഡ് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. സോ ഡിഫൈൻഡ് ആണ്. ഇനി 0 ആവുന്ന പോയിന്റ് നോക്കുക. ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 0.
അപ്പോൾ x = 0 ആണ്. അപ്പോൾ ഇനി 0 എന്താവണം? ഇൻറ്റീരിയർ പോയിൻ്റ് കൂടെ ആവണം. അപ്പോൾ -1നും 3ക്കും ഇടയ്ക്കുള്ള ഒരു പോയിൻ്റാണ് 0. അതുകൊണ്ട് 0 ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. അപ്പോൾ ഇതേ ഇൻ്റർവെല്ലിനെ നമ്മൾ 1, 3 എന്നാണ് എടുത്തിട്ടുള്ളത്. 1, 3 എന്നാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ 0 ഇതേപോലെ നമുക്ക് 0 കിട്ടും. പക്ഷേ 0 എന്തല്ല, 1നും 3ക്കും ഇടയ്ക്കുള്ള നമ്പറല്ല, അത് ആ ഇൻ്റർവെല്ലിന് പുറത്തുള്ള നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എന്തല്ല, x = 0 ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. സോ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കണം. പിന്നെ ഒന്നുകിൽ ഡെറിവേറ്റീവ് ആ പോയിന്റിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ f(x) 1/x എന്നെടുത്തു, -1, 3ൽ. സോ f'(x) -1/x². അപ്പോൾ f'(x) ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് ഉണ്ടോ നോക്കാം. -1/x² എപ്പോഴാണ് ഡിഫൈൻഡ് അല്ലാത്തത്? എക്സിന് 0 കൊടുക്കുമ്പോൾ അത് ഡിഫൈൻഡ് അല്ല, -1/0 എന്ന് വരും. 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. സോ 0ൽ ഡെറിവേറ്റീവ് ഡിഫൈൻഡ് അല്ല. അതുപോലെ 0 ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്. ഓപ്പൺ ഇൻ്റർവൽ -1, 3ലാണ്. സോ 0 ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്. ഇനി ഇവിടെ f'(x) 0 ആവുന്ന പോയിൻ്റ് ഉണ്ടോ നോക്കാം. അപ്പോൾ -1/x² = 0. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -1 = 0 എന്ന് വരും. അത് പോസിബിൾ അല്ല, -1ഉം 0യും ഈക്വൽ അല്ല. സോ അങ്ങനെ 0 ആവുന്ന പോയിൻ്റ് ഇല്ല. പക്ഷേ ഡിഫൈൻഡ് അല്ലാത്ത പോയിൻ്റ് ഉണ്ട്. ചില കേസിൽ രണ്ടും വരാം, 0 ആവുന്ന പോയിൻറ്റും വരാം, ഡിഫൈൻഡ് അല്ലാത്ത പോയിൻറ്റും വരാം. അത് ഫംഗ്ഷനെയും ഡൊമൈനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദി critical point, definition of a critical point. Now we have നമ്മൾ ആബ്സല്യൂട്ട്, മാക്സിമം, മിനിമം, എക്സ്ട്രീം വാല്യൂസ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ആബ്സല്യൂട്ട്, മാക്സിമം, മിനിമം ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഫെർമാസ് തിയറം പറഞ്ഞത് ഒരു സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റിൽ മാക്സിമം, മിനിമം ഉണ്ടെങ്കിൽ എക്സ്ട്രീം വാല്യൂ, റിലേറ്റീവ് എക്സ്ട്രീം വാല്യൂ ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ ഡെറിവേറ്റീവ് ഐദർ 0 ഓർ നോട്ട് ഡിഫൈൻഡ് ആണ് എന്ന് പറഞ്ഞു. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഫംഗ്ഷന് എക്സ്ട്രീം, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ AB-യിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രീം വാല്യൂ തിയറം അനുസരിച്ച് അതിന് മാക്സിമം, മിനിമം ഉണ്ടാവും. ഇനി അത് ഏതൊക്കെ പോയിൻറ്റ്സിലാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് 3 പോസിബിലിറ്റി ആണുള്ളത്. ഈ 2 തിയറും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ അത് എൻ പോയിൻറ്റ്സിലായിരിക്കും, എയിലോ ബിയിലോ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലായിരിക്കും. ദ ഓൺലി പോയിൻ്റ് ഓഫ് ദ ഡൊമൈൻ വേർ എ ഫംഗ്ഷൻ ക്യാൻ ഹാവ് എൻ എക്സ്ട്രീം വാല്യൂ, ലോക്കൽ ഓർ ഗ്ലോബൽ, അത് ലോക്കൽ എക്സ്ട്രീം വാല്യൂ ആയാലും ഗ്ലോബൽ എക്സ്ട്രീം വാല്യൂ ആയാലും, ആർ ദി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആൻഡ് എൻ പോയിൻറ്റ്സ്. ഒന്നുകിൽ അത് എൻ പോയിൻറ്റ്സിലായിരിക്കും, അതായത് AB, അതായത് f(a), f(b). അതുപോലെ ഇനി പോസിബിലിറ്റി ഉള്ളത് ക്രിട്ടിക്കൽ പോയിന്റിലാണ് ബൈ ഫെർമാസ് തിയർ, അതായത് ഒരു ഇൻറ്റീരിയർ പോയിന്റ്. അപ്പോൾ ഈ 3 ടൈപ്പ് പോയിൻറ്റ്സിൽ ലെഫ്റ്റ് എൻഡ് പോയിന്റ്, റൈറ്റ് എൻഡ് പോയിന്റ്, അതുപോലെ ക്രിട്ടിക്കൽ പോയിന്റ്, ഈ 3 പോയിൻറ്റ്സിൽ ക്രിട്ടിക്കൽ പോയിന്റ് ചിലപ്പോൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ഒന്നിൽ കൂടുതൽ ഉണ്ടാകാം, അതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ 3 ടൈപ്പ് പോയിൻറ്റ്സിൽ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ഗൈഡ് ലൈൻസ് ആണ്, സ്റ്റെപ്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. എൻ പോയിന്റ് നമുക്ക് ഡൊമൈൻ തരുമ്പോൾ നമുക്കറിയാം ഏതാണ് എൻ പോയിൻറ്റ്സ് എന്ന്. ഇനി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നമ്പേഴ്സ്, compute the value of f at each of these critical points and also compute f(a), f(b). അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ എൻ പോയിൻറ്റ്സിൽ കാണാം, f(a) കാണാം, അതായത് f(b) കാണാം. ദെൻ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, C1ഉം C2, f(c1) കാണാം, f(c2), അതായത് എൻ പോയിൻറ്റ്സിലും ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂസ് കാണാം. തേർഡിൽ ഇത്രയും വാല്യൂസ് ഉണ്ടല്ലോ എൻ പോയിൻറ്റ്സിലും ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും, ഇതിലെ ഏറ്റവും വലുത് അതിനെ ആബ്സല്യൂട്ട് മാക്സിമം ആയി എടുക്കുക.
ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ആയിട്ട് എടുക്കുക, ഏറ്റവും ചെറുതിനെ ആബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ആയിട്ട് എടുക്കുക. ദി ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓഫ് എഫ് ആൻഡ് ദി ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് എഫ് ആർ ദി പ്രിസൈസ്ലി ദി ലാർജസ്റ്റ് ആൻഡ് ദ സ്മാളസ്റ്റ് നമ്പേഴ്സ് ഫൗണ്ട് ഇൻ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 നമ്മൾ എൻഡ് പോയിൻറ്റ്സിലും ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും വാല്യൂ കണ്ടു. ആ വാല്യൂസിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വാല്യൂവിനെ ആബ്സല്യൂട്ട് മാക്സിമം ആയിട്ടും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പറിനെ ആബ്സല്യൂട്ട് മിനിമം ആയിട്ടും കൺസിഡർ ചെയ്യാം. അതാണ് ഇത് കാണാനുള്ള സ്റ്റെപ്സ്. സോ താങ്ക് യു.